നാലാമത്തെ ഗിയറിൽ നമുക്ക് എടുത്തിട്ട് പോകാൻ പറ്റുമെന്നാണ് ഞാൻ നോക്കുന്നത്. കാരണം ടോർക്കിയാണ് വണ്ടി 280 Nm ആണ്. 280 Nm ടോർക്ക് എന്ന് പറയുന്നത് ഈസ് മോർ ദാൻ ഇനഫ് ടു ടേക്ക് ഓഫ് ഇൻ ഫോർത്ത് ഗിയർ കേടാ. ഈ ഒരു ഒറ്റ കാരണം മതി ഈ ഒരു വണ്ടി വാങ്ങാനായിട്ട്. അതെന്താണെന്ന് പറയാം, വരും. നമസ്കാരം. ഇത് മഹീന്ദ്ര ബൊലേറോ നിയോ പ്ലസ് ആണ്. എന്ന് വെച്ചാൽ മഹീന്ദ്ര ബൊലേറോ നിയോയുടെ കുറച്ചുകൂടി വലിപ്പം കൂടിയ രൂപം. ഈ വലിപ്പം എന്ന് പറയുന്നത് ശരിക്കും വണ്ടിയുടെ വലിപ്പത്തിൽ മാത്രമല്ല, സീറ്റിലുണ്ട്, എഞ്ചിനിലുണ്ട്, എല്ലാ കാര്യത്തിലുണ്ട്. അപ്പോൾ ബൊലേറോ നിയോ വാങ്ങുന്ന ഒരാൾ ബൊലേറോ നിയോ പ്ലസിലേക്ക് വന്നാൽ എന്തൊക്കെ കാര്യങ്ങളാണ് കിട്ടുക, ഇതിൻ്റെ പ്രൈസ് എന്താണ്, ഈ ഒരു വണ്ടിക്ക് എത്ര സീറ്റുകളുണ്ട്, ഇതിൻ്റെ എഞ്ചിൻ്റെ സൈസ് എന്താ, എല്ലാം പറയാം. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഹീന്ദ്ര ബൊലേറോ നിയോ എന്ന് പറയുന്നത് TUVയുടെ വേഷം മാറി വന്ന രൂപമാണെന്ന് എല്ലാവർക്കും അറിയാം. വേഷമല്ല മാറിയത്, അതിൻ്റെ ടെക്നിക്കൽ സൈഡാണ്. വേഷം അങ്ങനത്തെ ഉണ്ടായിരുന്നു, അത് രൂപമൊക്കെ ശരിക്കും TUV തന്നെയാണ്. അപ്പോൾ TUV പ്ലസ് തന്നെയാണ് ബൊലേറോ നിയോ പ്ലസ് എന്നുള്ളതാണ്. അപ്പോൾ ഈ വണ്ടിക്ക് 11,39,000 രൂപയാണ് വില സ്റ്റാർട്ട് ചെയ്തത്, എക്സ് ഷോറൂം പ്രൈസ്. അത് മാത്രമല്ല P4 P10 എന്ന് പറഞ്ഞ രണ്ട് വേരിയൻറ്റുകളുണ്ട്, P4 P10. അപ്പോൾ ഈ P4 P10 എന്ന് പറയുന്നത് ഇത് P10 വേരിയൻറ്റാണ്. അപ്പോൾ ഈ വണ്ടിക്ക് സാധാരണ മഹീന്ദ്ര ബൊലേറോ നിയോയിലുള്ള ആ ഒരു 1.5 3 സിലിണ്ടർ എഞ്ചിനേക്കാൾ കൂടിയ വലിപ്പമുള്ള 2.2 ലിറ്റർ എംഹോക്ക് എഞ്ചിനാണ്. കൂടാതെ ഡബിൾ വിഷ്വാണ് സസ്പെൻഷൻ. അപ്പോൾ ഈ വണ്ടിക്ക് കുറച്ചധികം പ്രത്യേകതകളുണ്ട്. മാത്രമല്ല ഇതിന് 9 സീറ്റുകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 9 സീറ്റർ വണ്ടിയാണ് നോക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരിത്തിരി പവറൊക്കെ വേണമെങ്കിൽ ഈ ഒരു വണ്ടി നല്ലൊരു ചോയ്സാണ്. എനിക്ക് തോന്നുന്നു വലിയ കൂടുതലല്ല. അപ്പോൾ ഈ വണ്ടിയുടെ പ്രത്യേകതകളാണ് ആദ്യം കാണിക്കാൻ പോകുന്നത്. നമുക്ക് എന്തായാലും ഇന്നും നടന്ന് കാണാം പറയുമ്പോൾ ഒരു രൂപവും കാര്യങ്ങളൊക്കെ പറയണം. ശരിക്കും ബൊലേറോ നിയോ അല്ലെങ്കിൽ TUV തന്നെയും വലിച്ചു നീട്ടി TUV പ്ലസ് ആക്കി, അതുപോലെ ബൊലേറോ നിയോ വലിച്ചു നീട്ടി ബൊലേറോ നിയോ പ്ലസ് ആക്കി എന്നുള്ളതാണ് എൻ്റെ കാര്യം. ബൊലേറോ നിയോ പ്ലസ് എന്ന് പറയുന്ന വണ്ടി എന്ന് പറയുന്നത് വലിച്ചു നീട്ടിയ നിയോ ആണെന്ന് മനസ്സിലാവും. ഇപ്പം മുന്നിലെ ആ ഒരു മഹീന്ദ്രയുടെ തനതായിട്ടുള്ള ഗ്രില്ലും ആ ഗ്രില്ലിലെ സ്ലാറ്റുകളും ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഡിസൈനും താഴെ കാണുന്ന ഏഡാമിൻ്റെ ചുറ്റുമുള്ള ആ ഒരു ഫോഗ് ലാമ്പുകൾ, താഴെ കാണുന്ന സിൽവർ പ്ലേറ്റ്, താഴെ കാണുന്ന ആ ഒരു പ്രൊട്ടക്ഷൻ, ആ ഒരു പ്ലേറ്റൊക്കെ തന്നെയും TUV അല്ലെങ്കിൽ നിയോ പ്ലസിൻ്റെ കാര്യമായിട്ട് പറയും. TUV എന്ന് പറയാൻ പാടില്ലെന്ന് മഹീന്ദ്ര പറയുന്നുണ്ട്, എന്നാലും നമ്മൾ പറയും. കാരണം ഇത് ബേസിക്കലി TUV ആണ് എന്നുള്ളതാണ്, TUV പ്ലസ് ആണെന്നുള്ളതാണ്. ഗ്ലാസ് ഏരിയ വലുതാണ്, അതിൽ 2 വൈപ്പേഴ്സ് ഉണ്ട്. ഇവിടെ ആ ഒരു വിൻ നമ്പർ ഉണ്ടല്ലോ, വിൻ നമ്പറിൻ്റെ ഭാഗം ബ്ലാങ്ക് ഔട്ട് ചെയ്തൊക്കെയാണ്. എനിക്ക് തോന്നുന്നു പാർട്ട് ഷെയറിങ് വന്നപ്പോൾ ഒരു കാര്യമാണത്. പിന്നെ മുകളിലായിട്ട് ആ ഒരു ആൻറ്റിന ഉണ്ട്, ഷാർക്സിനല്ല സാധാ ആൻറ്റിനയാണ് എന്നുള്ളതാണ്. വശങ്ങളിൽ ബൊലേറോ നിയോ പ്ലസിൻ്റെ ആ ഒരു വലിപ്പം എവിഡൻ്റാണ്. ഇപ്പോൾ ആ ഒരു വീലിൻ്റെ ഡിസൈൻ നല്ല ഭംഗി കാണുന്നുണ്ട്. 5 ബോൾട്ടുകളുള്ള ആ ഒരു വീല് തന്നെയാണ്. വശത്ത് ഒരു ബ്ലാക്ക് ഇൻസൈഡ് ഇങ്ങനെ പോകുന്നുണ്ട്. കൂടാതെ മിററിലല്ല ഇൻഡിക്കേറ്റർ, താഴെ ഫെൻഡറിലാണെന്ന് കാണാം. ഇവിടെ ഒരു സൈഡ് സ്റ്റെപ്പ് ഉണ്ട്, അതും ഈ ഒരു വണ്ടി കാര്യമാണ്. കയറാനായിട്ട് സൈഡ് സ്റ്റെപ്പ് വേണം. 215 70 616 വീലിൻ്റെ സൈസ്. അപ്പോൾ 16 വീലറാണ്. മുന്നിൽ ഡിസ്കും ബാക്കിൽ ഡ്രമ്മുമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ വിൻഡോ ഏരിയ ഒക്കെ ഉണ്ടോ, തീർത്തും വലിപ്പമുള്ള വിൻഡോ ഏരിയ ആണ്. അതിൽ ആ ഒരു B പില്ലറും C പില്ലറൊക്കെ ബ്ലാക്ക് ആൻഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ പിന്നിലെ ആ ഒരു ഗ്ലാസ് പൊക്കി വയ്ക്കാൻ പറ്റും, അത് ഞാൻ കാണിച്ചു തരാം. റാപ്പ് അറൗണ്ട് ടെയിൽ ലാമ്പാണ്. ആ ഒരു ടെയിൽ ലാമ്പ് എന്ന് പറയുന്നത് ഈ ഒരു വണ്ടിയുടെ ബോഡിയിലേക്ക് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ബൊലേറോ നിയോ പ്ലസിന് P10 മോഡലിന് പിന്നിൽ വൈപ്പർ കാണാം. ആ ഒരു ബൊലേറോ നേരിട്ടുള്ള ആ ഒരു സ്റ്റെപ്പിനി കവറും നല്ലതാണ്, ഭംഗിയുണ്ട് കാണാനായിട്ട്. ആ ഒരു ടെയിൽ ലാമ്പ് തീർത്തും നീറ്റാണ്. ഇനി ഇവിടെ താഴെ പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട്. ബൊലേറോ നിയോ പ്ലസിൻ്റെ പിന്നിലെ ആ ഒരു സീറ്റ് എന്ന് പറയുന്നത് 4 സീറ്റാണ്. അതായത് 2 3 4 എന്ന് പറയുന്ന ആ ഒരു സീറ്റ് കോൺഫിഗറേഷനാണ്. ഈ ഒരു ഡോർ തുറക്കുന്നത് വശങ്ങളിലേക്കാട്ടോ. ഒരു പിടിയുണ്ട് ഇവിടെ, അതായത് ഹാൻഡിൽ. കൂടാതെ സ്റ്റെപ്പ് ഉണ്ട്. ഇതിൽ ചവിട്ടി അങ്ങ് കയറിയിരിക്കാം. അപ്പോൾ ഇപ്പോൾ റൂറൽ ഏരിയകളിലൊക്കെ നമ്മൾ കാണുന്നുണ്ടാവും കുറേ അധികം ആളുകൾ സഞ്ചരിക്കുന്ന വണ്ടികൾ. അതിലൊരു വണ്ടി ആയിട്ട് വേണമെങ്കിൽ TUV പ്ലസിനെ കാണാം. ഈ TUV പ്ലസ് എന്ന് പറയുന്നുണ്ടല്ലേ, ബൊലേറോ നിയോ പ്ലസിനെ കാണാം. ഇനി ഇപ്പുറത്ത് ഇരുന്നാലേ ഒരിത്തിരി കൂടി ക്ലിയർ ആയിട്ട് ക്യാമറ കാണാൻ പറ്റും. ഈ ഗ്ലാസ് നമുക്ക് തുറക്കാൻ പറ്റും. തുറക്കാന്ന് പറയുമ്പോൾ ജസ്റ്റ് പൊക്കി വയ്ക്കുകയാണ്. അത് ഒരിത്തിരി എയറോ ഫീലിന് സഹായിക്കുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ പോക്കറ്റ് ഉണ്ട്. അപ്പോൾ 4 പേര് യാത്ര ചെയ്യുമ്പോൾ ശരിക്കും മിണ്ടിയും പറഞ്ഞിരുന്ന് യാത്ര ചെയ്യാം. മിണ്ടിയും പറഞ്ഞുമല്ല, തൊട്ടുരുമി യാത്ര ചെയ്യുന്നതാണ്. കാരണം 2 മുട്ടുകൾ കൂട്ടിമുട്ടും. ഇവിടെ തൈസപ്പ് കൊണ്ടൊരു കുറവുണ്ട്. പക്ഷേ ഈ ഒരു സീറ്റ് എന്ന് പറയുന്നത് ഒക്കേഷണൽ യൂസ് ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ലഗേജ് സ്പേസ് ഇഷ്ടംപോലെ കിട്ടുന്നത് ഊരിക്കളഞ്ഞാൽ അല്ലെങ്കിൽ മടക്കി വെച്ചതെന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ മടക്കി വയ്ക്കും? വെരി സിമ്പിൾ. പൊക്കുക, ഒരു ലൂപ്പുണ്ട്. ഈ ലൂപ്പ് എടുത്ത് നമ്മൾ ഇവിടെ ആ ഒരു കുളത്തുണ്ട്, അതിനകത്ത് കിട്ടാൽ മതി. ക്ലീൻ. പിന്നെ
ഈ ഡോറിൽ ആ ഒരു വൈപ്പർ അസംബ്ലി മടക്കി വെച്ചിരിക്കുന്ന ഈ ഭാഗം നീറ്റ് അടിച്ചിട്ടുണ്ട്. ആ ഒരു ഡോർ പാഡ് കാണാം. ഇത് ലോക്കാണ്. പിന്നെ ഇതിങ്ങനെ ക്ലോസ് ചെയ്യാം. ബൊലേറോ നിയോ പ്ലസിന് അകത്ത് കയറാൻ സുഖം. കാരണം സ്റ്റെപ്പ് ഉണ്ട്, ഇവിടെ ഈ ഒരു ഹാൻഡിലുണ്ട്, പിടിച്ച് കയറി ഇരിക്കാം. ഇരുന്ന് കഴിയുമ്പോഴാണ് മനസ്സിലാവുക ബൊലേറോ നിയോ പ്ലസിൻ്റെ ഏറ്റവും ബെസ്റ്റ് സീറ്റ് മിഡിൽ സീറ്റാണ്. തൈ സപ്പോർട്ടിന് അത്യാവശ്യം തൈ സപ്പോർട്ട് ഉണ്ട്, ഹെഡ് റൂമിന് നല്ല ഹെഡ് റൂം ഉണ്ട്, ലെഗ് റൂം ഉണ്ട്, ആ ഒരു എന്താ പറയുക ഷോൾഡർ റൂം നീ റൂം ഒക്കെ ഉണ്ട്, 3 പേർക്ക് ഇരിക്കാം. ഫ്ലാറ്റാണ് ഫ്ലോർ. അങ്ങനെ എല്ലാം കൊണ്ടും തികഞ്ഞൊരു മിഡിൽ റോ എന്ന് പറയാം. ഞാൻ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ലോങ് റണ്ണർ അല്ലെങ്കിൽ ലോങ് ട്രിപ്പ് പോകുന്ന വണ്ടി ആവാനാണ് ഈ ഒരു വണ്ടിയുടെ കൂടുതൽ സാധ്യത. ഇത് P10 മോഡലും കൂടിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആവശ്യമായിട്ട് ലക്ഷറികളുണ്ട്. പക്ഷേ കുറവുകളായിട്ട് പറയുമ്പോഴേ പിന്നിൽ AC ഇല്ല എന്നുള്ളത് ഒത്തിരി വലിയ കുറവാണ്. കാരണം 9 പേർക്ക് ഇരുന്ന് പോകുമ്പോഴേ AC ഇല്ലെങ്കിൽ കുറച്ച് കഷ്ടപ്പാടായിരിക്കും. അതുപോലെ ഈ ഒരു വണ്ടിക്ക് മിഡിൽ ആംറസ്റ്റ് ഇടുന്ന ഗുണമാണ്. അപ്പോൾ ഗുണവും ദോഷവും സമ്മിശ്രം, മറ്റേ ജോത്സ്യന്മാരൊക്കെ പറയുന്ന പോലെ ഗുണദോഷ സമ്മിശ്രമാണ് ഇതിൻ്റെ മിഡിൽ എന്നാണ്. ഫ്രണ്ട് സീറ്റിൽ AC ഉണ്ട്. അപ്പോൾ ബൊലേറോ നിയോയിൽ പറഞ്ഞ പോലെ ശരിക്കും AC ഇട്ട് കഴിഞ്ഞാൽ ബാക്കിൽ കൂടാവില്ല. അതല്ല ലോ AC ഇട്ടിട്ട് ഫുൾ ഫാൻ ബ്ലോ ചെയ്താൽ മുന്നിന് അന്റാർട്ടിക്കാവും, ഇവിടെ നമുക്ക് ചെറിയ കാറ്റൊക്കെ കിട്ടും. പക്ഷേ ഡ്രൈവർ സഹിക്കേണ്ടി വരും. അപ്പോൾ ഒരാൾ എന്തായാലും സഹിക്കണം. ഒന്നുകിൽ ചൂട് കൊള്ളണം, അല്ലെങ്കിൽ തണുപ്പ് കൊള്ളണം. എന്ത് ചെയ്യാൻ പറ്റും? ബൊലേറോ നിയോയുടെ ഫ്ലോ എന്ന് പറഞ്ഞതേ ശരിക്കും ഈ ഡോർ തുറക്കുമ്പോഴേ കുറച്ച് ഉയർന്ന ആൾക്കാരെ നെറ്റി ഇതിൻ്റെ മുകളിൽ കൊള്ളാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് TV-യിൽ മുതൽ നമ്മൾ പറയുന്നതാണ്. ഇതിനൊരു പരിഹാരം മഹീന്ദ്ര കണ്ടിട്ടില്ല, ഒന്നും ചെയ്യില്ല. പക്ഷേ ഈ ഡോർ പാഡുകൾ നല്ലതാണ്, ബോട്ടിൽ ഹോൾഡേഴ്സ് ഉണ്ട്, ഈ ഹാൻഡിലിന് പ്രീമിയം ഫീൽ കൊടുക്കേണ്ട ഒരു ഗ്രേ ഫിനിഷ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തീർത്തും നല്ല അറ്റൻഷൻ ഡീറ്റെയിൽ ആക്കിയിട്ട് ചെയ്യുന്നൊരു കാര്യമായിട്ട് മഹീന്ദ്ര കമ്പനി മാറിയിട്ടുണ്ട്. നല്ല കാര്യം. ബൊലേറോ നിയോ പ്ലസിൻ്റെ മുൻ സീറ്റിലേക്ക് കയറാം കേട്ടോ. ഈ സീറ്റിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റുള്ളൊരു സീറ്റാണെന്നുള്ളതാണ്. പിന്നെ ഡാഷ്ബോർഡ് നല്ല ഭംഗിയുള്ള ഡാഷ്ബോർഡാണ്. ശരിക്കും സ്റ്റിയറിങ്ങിന് മറ്റേ റാപ്പിംഗ് ഇല്ല, സ്റ്റിൽ നല്ല സ്റ്റിയറിംഗ് ആണ്, നൈസ് ടു ഹോൾഡാണ്. ഇവിടെ ഇലക്ട്രിക് മിററുകളിലെ കൺട്രോൾസ് കാണാം. ഈക്കോ മോഡുണ്ട്, ESS എന്ന് പറയുന്ന ആ ഒരു സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്നുള്ള സംഗതി ഉണ്ട്. കൂടാതെ ഡീഫോഗർ പിന്നിലെ സ്വിച്ച് കാണാം. പിന്നെ ഈ സീറ്റിൻ്റെ ഫാബ്രിക് നല്ലതാണ്, ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ നല്ല സുഖമുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു വലിയ ഗിയർ ലിവർ നല്ല കൗതുകൾ ഗിയർ ലിവറാണ്, 6 സ്പീഡാണ്. കൂടാതെ കപ്പി ഹോൾസ് ഉണ്ട്. പവർ വിൻഡോ സ്വിച്ചുകൾ എന്ന് പറയുന്നത് ഡോറിലല്ല, ഈ ഒരു സെൻട്രൽ കൺസോളിലാണ്. ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ്, ബോട്ടിൽ ഹോൾഡർ കാണാം. പിന്നെ ഒരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ആംറസ്റ്റിനും ഈ ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് സീറ്റും കൂടി ഇരിക്കാനായിട്ട് നല്ല കംഫർട്ടബിളാണ്. മാനുവൽ AC ആണ്, സ്റ്റിൽ AC ഈക്കോ ഫംഗ്ഷൻ ഉണ്ട്. പിന്നെ ഒരു ആൻഡ്രോയിഡ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ആൻഡ്രോയിഡ് നമ്മൾ കണ്ടത് മഹീന്ദ്ര സ്കോർപിയോ ആ ഒരു ക്ലാസിക്കിലാണ്. ആ ഒരു സ്കോർപിയോ കണ്ട അതേ ആ ഒരു ആൻഡ്രോയിഡ് യൂണിറ്റ് തന്നെയാണ്. അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് തോന്നുന്നു സ്റ്റിയറിംഗ് വീൽ കൺട്രോൾസ് പോലുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു ബ്ലൂടൂത്ത്, ഓക്സ്, ആ ഒരു റേഡിയോ എല്ലാം കാണാം, മ്യൂസിക് എല്ലാം കാണാം. ഇപ്പോൾ ആൻഡ്രോയിഡ് യൂണിറ്റ് ആകുമ്പോൾ ടച്ചിൻ്റെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല റെസ്പോൺസീവ് ആണ് കാണാം. നാവിഗേഷൻ ഉണ്ട്, ഓക്കെ, നല്ല കാര്യമാണ്. പിന്നെ ചെറിയ ചെറിയ ടച്ചുകൾ, പ്രീമിയം ടച്ചുകൾ ഈ വണ്ടിക്കുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ AC വെന്നിൻ്റെ ചുറ്റും കൊടുത്ത ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ്, ഈ ഒരു അലുമിനിയം ഫിനിഷ്, ഈ സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, ഇതൊക്കെ തന്നെയും നല്ല കാര്യമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഒരു ബൊലേറോ നിയോ പ്ലസ് എന്ന് പറയുന്ന വണ്ടിയുടെ ആ ഒരു യൂസ് കേസ് കൂടി നോക്കിയിട്ടാണ്. വലിയ ഗ്ലോ ബോക്സ് ആണ്, അത്യാവശ്യം അക്കോമഡേറ്റിംഗ് ആയിട്ട് ഗ്ലോ ബോക്സ് ആണെന്ന് കാണാം. അതും നല്ല കാര്യമാണ്. USB പോർട്ട് ഉണ്ട്, കൂടാതെ 12 വോൾട്ട് ആ ഒരു സംഗതി കൂടി കാണാം. ഈ സ്റ്റിയറിങ്ങിന് അതിന് ഓഡിയോ കൺട്രോൾസ് കൂടി കാണാം. മഹീന്ദ്രയുടെ ഥാർ പോലുള്ള വണ്ടികളിൽ കണ്ടിട്ടുള്ള ആ ഒരു ക്ലസ്റ്ററാണിത്. ആവശ്യമുള്ള ഇൻഫർമേഷൻസ് ഉള്ള ക്ലസ്റ്റർ എന്ന് കാണാം. അതിനകത്ത് ആ ഒരു സെറ്റ് ചെയ്യാനുള്ള ആ ഒരു സ്റ്റാക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആ ഒരു ഡിസ്റ്റൻസ് ലിമിറ്റ് പോലുള്ള ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി പോലുള്ള കാര്യങ്ങൾ ഈ ഒരു ക്ലസ്റ്ററിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി മോഡ് മാറ്റാനുള്ളൊരു ഇവിടെ ഒരു സ്റ്റാക്ക് കൂടിയുണ്ട്. ഈ സ്റ്റാക്കിൽ ആ ഒരു മോഡുകൾ മാറ്റി നമുക്ക് വാണിംഗ് ഹിസ്റ്ററിയോ സെറ്റിങ്സോ അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു ട്രിപ്പ് A ട്രിപ്പ് B പോലുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാം. അതായത് എനിക്ക് തോന്നുന്നു ലളിതമാണ്, സുന്ദരമാണ്, കാര്യങ്ങൾ നടക്കുന്ന ഒരു ക്ലസ്റ്ററാണ് എന്നുള്ളതാണ്. ഇതാണ് മഹീന്ദ്ര ബൊലേറോ നിയോ പ്ലസിൻ്റെ കീ. ഒരു കീ ഗ്രാൻഡ് ആണേ, ഒരു കീ ഫ്ലിപ്പ് കീ മാത്രമേ ഉള്ളൂ, റിമോട്ടില്ല. അപ്പോൾ ഒരു റിമോട്ടേ കിട്ടുള്ളൂ. ബൊലേറോ നിയോയുടെ ഏറ്റവും വലിയ ടോക്കിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 1.5 ലിറ്റർ ആ ഒരു 3 സിലിണ്ടർ എഞ്ചിനായിരുന്നു. ഇത് നിയോ പ്ലസ് ആണ്, അപ്പോൾ അതിൻ്റെ എഞ്ചിനും പ്ലസ് ആണ്. എന്ന് വെച്ചാൽ ഇതിനകത്തിരിക്കുന്ന എംഹോക്ക് എഞ്ചിൻ എന്ന് പറയുന്നത് 2.2 ലിറ്ററാണ്. ഏറെക്കുറെ 118 ബ്രേക്ക് ഹോഴ്സ് പവറും 280 ന്യൂട്രൺ മീറ്ററും ടോർക്കുമുള്ള എഞ്ചിൻ എന്ന് പറയുന്നത് നല്ല ഡ്രൈവബിളാണ്. വണ്ടി ഓടിക്കുമ്പോൾ കൂടുതൽ പറയാം. ഇപ്പോൾ നോയ്സ്, വൈബ്രേഷൻസ്, ഹാർനസ് കുറവായിരിക്കും 4 സിലിണ്ടർ ആയതുകൊണ്ട്. കൂടാതെ ഈ എഞ്ചിൻ എന്ന് പറയുന്നത് ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആണ്. സ്കോർപ്പിയോയിലൊക്കെ മുന്നേ കണ്ട 2.2 ലിറ്റർ എഞ്ചിൻ്റെയൊക്കെ വക എന്നൊക്കെ പറയാം. കൂടാതെ ബോണസ് ഇൻസ്റ്റലേഷൻ ഉണ്ട്. ഓക്കെ, നമുക്ക് വണ്ടി ഓടിക്കേണ്ടതുണ്ട്, ഓടിക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നുള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ വാങ്ങേണ്ടത് വണ്ടിയാണെന്ന് പറയാൻ ഒരേ ഒരു കാരണം മതി. ആ കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ എഞ്ചിനാണ്. അതായത് ഈ 2.2 ലിറ്റർ എംഹോക്ക് എഞ്ചിൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മുന്നും ഇഷ്ടമാണ്, ഇപ്പോഴും ഇഷ്ടമാണ്. അതായത് നല്ല ഡ്രൈവബിളാണ്, നല്ല ടോർക്ക്. അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ 4ാമത്തെ ഗിയറിലാണ്. ചവിട്ടി എന്ന് പറയുമ്പോൾ ശരിക്കും ഇത് ചെയ്യാൻ പാടുമോ ചെയ്യാൻ പാടില്ല. കാരണം നമ്മളിത് വളരെ റെയറായിട്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ 4ാമത്തെ ഗിയറിൽ നമുക്ക് എടുത്തിട്ട് പോകാൻ പറ്റുമെന്നാണ് ഞാൻ നോക്കുന്നത്. കാരണം ടോർക്കിയാണ് വണ്ടി, 280 Nm ആണ്. 280 Nm ടോർക്ക് എന്ന് പറയുന്നത് ഈസ് മോർ ദാൻ ഇനഫ് ടു ടേക്ക് ഓഫ് ഇൻ 4th ഗിയർ. ഇതാണ് ഈ വണ്ടിയുടെ 280 Nm ടോർക്ക് ചെയ്യുന്ന കാര്യം.
ഇപ്പോൾ നമ്മൾ പോകുന്നത് അയ്യോ 4ാമത്തെ ഗിയറിലാണ്. ഇറ്റ്സ് ഇൻ 20. ഞാൻ പ്രസ് ചെയ്യണം ആക്സിലേറ്റർ. എത്ര വരെ പോകും നോക്കാം. ഇൻ ഗിയർ ആക്സിലേഷൻ എന്ന് പറയുന്നത് 4ാമത്തെ ഗിയർ നമ്മൾ എടുത്തിട്ട് ഓക്കെ 60, 80. മാൻ, ഇത് നല്ല ഡ്രൈവബിളായിട്ടൊരു വണ്ടിയാണ് എന്ന് കണ്ണും പൂട്ടി പറയാം. പിന്നെ 6 സ്പീഡാണ് ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റർ. പക്ഷേ ട്രക്കിലേക്കാണ്. ഓക്കെ, സ്കോർപ്പിയോ ക്ലാസിക് പോലെ അല്ലെങ്കിൽ ബൊലേറോ പോലെ എന്നൊക്കെ തന്നെ പറയാം. ഇപ്പോൾ റിവേഴ്സ് എന്ന് പറയുന്നത് കുറച്ച് വലിയ നീക്കിയിട്ടില്ലെങ്കിൽ അത് ചിലപ്പോൾ റിവേഴ്സ് വീഴണമെന്നില്ല. അതും ഇതിൻ്റെ ഒരു കാര്യമാണ്. ക്യാരക്ടർ. ഓക്കെ, ഈ സ്റ്റിയറിംഗ് കൊള്ളാം. നമുക്ക് ഇത്രയും വലിയ മാമത്തായിട്ടുള്ള വണ്ടീനെ കൊണ്ടുനടക്കാനായിട്ട് ബുദ്ധിമുട്ടുമില്ല. കാല് കൊടുത്താൽ പാഞ്ഞ് കയറി പോവും. 5000 RPM റെഡ് ലൈൻ മാർക്ക് ചെയ്യണത്. അപ്പോൾ 6ാമത്തെ ഗിയറിൽ 5000 RPM വെച്ചിട്ട് അത്യാവശ്യം നല്ല സ്പീഡിൽ ഓടിക്കാൻ പറ്റും. ആൻഡ് എനിക്ക് തോന്നുന്നു നല്ല മൈലേജ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ടിൽറ്റ് അഡ്ജസ്റ്റ് ആവുന്ന ആ ഒരു സ്റ്റിയറിംഗും ഹൈറ്റ് അഡ്ജസ്റ്റ് ആവുന്ന സീറ്റും വെച്ചിട്ട് നമുക്ക് നല്ല ഒരു ഡ്രൈവിംഗ് പോസ്റ്റർ ഉണ്ട്. നമുക്കെല്ലാം കാണാം. നമ്മളെല്ലാം കണ്ടുകൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത്. അത് ഒരു വലിയ വണ്ടി ഓടിക്കുന്ന ഫീൽ ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സസ്പെൻഷൻ ഞാൻ പറഞ്ഞില്ല, മുന്നിൽ ഡബിൾ വിഷ്ബോണാണ്. ഡബിൾ വിഷ്ബോൺ സസ്പെൻഷൻ്റെ ഗുണം എന്ന് പറയുന്നത് അബ്യൂസ് ഫ്രണ്ട്ലിനെസ് ആണ്. ഇപ്പോൾ പഴയ സഫാരി, പുതിയല്ല, ഒറിജിനൽ സഫാരി, OG സഫാരി കണ്ടിട്ടുണ്ട്. കൂടാതെ നമ്മൾ ആ ഒരു സ്കോർപ്പിയോയിൽ കണ്ടിട്ടുണ്ട്, സ്കോർപ്പിയോ എന്നിനകത്തുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു സസ്പെൻഷനാണ് ഈ വണ്ടിയുടെ ഏറ്റവും വലിയ അടുത്ത ആ ഒരു കീ പോയിന്റ്. മറ്റേ സിനിമ ചോദിക്കുന്നില്ല, അത് ഇതും ഒരു ആശ്വാസമായിരിക്കും. കറക്റ്റ്. അപ്പോൾ ശരിക്കും ഈ എഞ്ചിനും ഗിയർ ബോക്സും ആ ഒരു സസ്പെൻഷനുമാണ് ഈ ഒരു വണ്ടിയെ മികവുറ്റതാക്കുന്നത്. ഇപ്പോൾ നിയോ വാങ്ങുന്നതിനേക്കാൾ എത്രയും മികച്ച ഒരു ചോയ്സായിട്ട് നിയോ പ്ലസിനെ ഞാൻ കാണുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ വണ്ടിക്ക് ആ ഒരു റിയർ വീൽ ഡ്രൈവ് ആണുള്ളത്, ഫ്രണ്ട് വീൽ ഡ്രൈവ് അല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ബ്രേക്ക് ബേസ്ഡ് LSD ഉണ്ട് നിയോയ്ക്ക്. ഇതിനും അത് ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ വലിയൊരു വണ്ടിയാണെങ്കിൽ നല്ല ചക്കബിളാണ്. ക്ലച്ച് ലൈറ്റ് ആണെന്ന് ഗുണമായിട്ട് കാണാം. പെഡലുകൾക്ക് ഒരിത്തിരി അൺഇവൻ സൈസ് ഉണ്ടെങ്കിലും പിന്നെ ഗിയർ ലിവർ ആ ഒരു ഉയരം കൂടുതലായിട്ട് നമുക്ക് തീർത്തും ഈസിലി ആക്സസിബിൾ ആണ്. പവറിൻ്റെ സ്വിച്ച് എന്ന് പറയുന്ന നടുവിലായതുകൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അതൊന്നും വലിയ ഒരു ഇഷ്യൂസ് ആകേണ്ട കാര്യങ്ങളല്ല എന്നുള്ള. ഓട്ടോ ഡിമ്മിംഗ് അല്ല, മാനുവൽ ഡിമ്മിങ്ങുള്ള മിറർ ഉണ്ട്. ഓക്കെ, മിറർ നല്ലതാണ്. കൂടാതെ 6ാമത്തെ ഗിയറിൽ നമുക്ക് വളരെ കുറഞ്ഞ സ്പീഡിൽ ഓടിക്കാൻ വേണ്ടി വലിയ വണ്ടികൾ പോലെ 6ാമത്തെ ഗിയർ എത്തിയ വണ്ടി മെല്ലെ ഓടിക്കാൻ പറ്റില്ല എന്നുള്ള പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ പോകുന്ന 50 കിലോമീറ്റർ താഴെയാണ് 6ാമത്തെ ഗിയറാണ്. അപ്പോൾ 6 ഗിയറുള്ള ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ഡ്രൈവബിളായിട്ടും അതുപോലെ ഫ്യൂവൽ എഫിഷ്യൻ്റായിട്ടും കാണാവുന്ന ഒരു കാര്യമായിട്ട് കാണാം. എൻ്റെ ഒരു വലിയ പരാതി എന്ന് പറയുന്നത് റിയർ AC വേണ്ടിയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും എനിക്ക് പറയാനില്ല. കാരണം ബ്രേക്കിംഗ് നല്ലതാണ്. സാധാരണ പഴയ ബൊലേറോ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ മഹേന്ദ്ര താറിനൊക്കെ ബ്രേക്ക് ചവിട്ടുമ്പോൾ ഇടയ്ക്കിലൊക്കെ ഒന്ന് വേവി അല്ലെങ്കിൽ സൈഡ് പിടിക്കുന്ന പരാതികളൊക്കെ ഉണ്ടായിരുന്നു പഴയ കാലത്ത്. ഇപ്പോൾ അതൊന്നും ഇല്ലാതെ മാറിയിട്ടുണ്ട് എന്നുള്ളത് ഗുണം തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ തീരെ കുറവുകളില്ലാത്ത ഉദാത്തമായ വണ്ടിയാണ് ഈ ഒരു നിയോ പ്ലസ് എന്നല്ല ഞാൻ പറയുന്നത്. ഓക്കെ, ഇതിന് കാണുമ്പോൾ ഈ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഇത് വാല്യൂ ഫോർ മണി തന്നെയാണ്. കാരണം P4 എന്ന് പറയുന്ന മോഡൽ 11,39,000 രൂപ എക്സ്ട്രോൺ പ്രൈസ് പറയാൻ കാരണം ടാക്സി സെഗ്മെൻറ്റിലാണെങ്കിൽ ടാക്സ് 1 വർഷത്തേക്ക് വരുള്ളൂ, അതുപോലെ 2 വർഷത്തേക്ക് വരുള്ളൂ. അതുപോലെ എനിക്ക് തോന്നുന്നു ആ ഒരു ലൈഫ് ടാക്സ് അടയ്ക്കുന്ന കാര്യം പൈസ കൂടുതലായിരിക്കും. ഓക്കെ, ആ ഡിഫറൻസ് ഒക്കെ ഓൺ റോഡ് വരുമ്പോഴേ വരുള്ളൂ. വണ്ടി വാങ്ങണമെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരും. അല്ലെങ്കിൽ ഒന്നും കാര്യമില്ല, നമുക്കിതിൻ്റെ ആ ഒരു എക്സ്ഷോറൂം പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ ഇതിൻ്റെ സ്പേസ് നല്ലതാണ്. ബാക്കിലെ ആ ഒരു സീറ്റ് നല്ലതാണ്. ഇപ്പോൾ 9 സീറ്റ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, ആ 2 സീറ്റങ്ങൾ മടക്കി വെച്ചാൽ ഇഷ്ടം പോലെ ലഗേജ് സ്പേസ്. അപ്പോൾ ഒരു ഹൗസ് മൂവ് ചെയ്യാൻ തക്കവണ്ണം ആ ഒരു സ്പേസുള്ള വണ്ടിയായിട്ട് ഇതിനെ മാറ്റാൻ നല്ല കാര്യമുണ്ട്. ഇതിൻ്റെ ആ ഒരു കാഴ്ചയും നല്ലതാണ്. എല്ലാം വൃത്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതൊക്കെ ഗുണമായിട്ട് കാണാവുന്ന കാര്യമാണ്. അപ്പോൾ ആകെ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ഒരു 9 സീറ്റർ നോക്കുന്ന ആൾക്ക് പെർഫെക്റ്റ് ആണെന്ന് പറയാം. അതാണ് ഈ ഒരു വീഡിയോയുടെ രത്ന ചുരുക്കം. അതാണ് TV പ്ലസ് നിയോ പ്ലസ് എന്ന് പറയുന്ന 2 മോഡലുകളുടെ സങ്കരമായിട്ടുള്ള ഈ ഒരു നിയോ പ്ലസിൻ്റെ കാര്യം. അത്രേ ഉള്ളൂ. അടുത്ത വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.